ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് തെങ്കാശിയിലാണ്. തെങ്കാശിക്കടുത്തുള്ള പാൻപൊളി ഗ്രാമത്തിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള തിരുമലക്കോവിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പാൻപൊളിയിൽ എത്താറായി. അവിടെ എത്തിയതിന് ശേഷം അവിടുന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലോട്ടുള്ളത്. തെങ്കാശിയിൽ നിന്നാണെങ്കിൽ 14 കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്നാണെങ്കിൽ 71 കിലോമീറ്റർ ദൂരവുമുണ്ട്. നമ്മൾ പുനലൂർ നിന്നാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ ഇടവിട്ട് നമുക്ക് തെങ്കാശിക്ക് ബസ്സുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ സർവീസും ഉണ്ട്. തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബസ് ഇങ്ങോട്ട് കിട്ടും. ബസ് സ്റ്റേഷനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ബസ് കിട്ടും. 14 കിലോമീറ്ററേ ഉള്ളൂ നമുക്കിവിടെ എത്താൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രത്തിലോട്ടുള്ള വഴിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ 50 രൂപ കൊടുക്കണം. കാറിനും ബസ്സിനും എല്ലാം 50 രൂപയും 2 വീലർ ആണെങ്കിൽ അതിന് 20 രൂപയാണ് കൊടുക്കേണ്ടത്. പണ്ട് കാലത്ത് ഈ റോഡ് ഇല്ലായിരുന്നു. ഇപ്പോഴെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഈ റോഡ് വന്നിട്ട്. തിരുമലൈ കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമലൈ മുരുകൻ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അഗസ്ത്യ മുനിക്ക് സുബ്രഹ്മണ്യ ദർശനം കിട്ടിയത് ഇവിടെ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ മലയുടെ മുകളിലോട്ടുള്ള യാത്ര നല്ല ഒരു അനുഭവമാണ്. ഒരു ഹിൽ സ്റ്റേഷന് മുകളിലോട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങും തോപ്പുകളും കൃഷിയിടങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീടുകൾ, ചെറിയ കർഷകരുടെ എല്ലാം വീടുകൾ ചെറിയ ഇതായിട്ട് വലുപ്പത്തിലാണ് കാണുന്നത്. എത്ര ഹൈറ്റിലായുണ്ട്, 400-450 മീറ്റർ ഉയരമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ നല്ല റോഡാണ്, നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ കൂടെ അധികം തിരക്കില്ല, പക്ഷേ സ്റ്റെപ്പിന് അതുവഴി നമ്മൾ കയറുമ്പോൾ നല്ല തിരക്കുണ്ട്. 625 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അപ്പോൾ ഏതാണ്ട് നമ്മൾ മുകളിലെത്താറായി. അപ്പോൾ മുകളിലെത്തി നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാം. താഴെ നിന്ന് തന്നെ അവിടെ നിർദ്ദേശം കിട്ടിയതാണ്, നമ്മൾ ക്യാമറ ഉള്ളിൽ കൊണ്ടുപോകാൻ പാടില്ല, പുറത്തെ ദൃശ്യങ്ങൾ മാത്രം ചിത്രീകരിക്കാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ അവരുടെ നിർദ്ദേശങ്ങൾ ഇഷ്ടം പ്രതി അനുസരിക്കുക എന്നുള്ളതാണ്, നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ്, പാലിക്കപ്പെടാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. കേരളവുമായിട്ട് വളരെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ യാത്ര ആസ്വദിച്ച് തന്നെ പോവുകയാണ്. നല്ല വീതിയുള്ള റോഡാണ്. അപ്പോൾ വളരെ ധൈര്യമായിട്ട് നമുക്ക് പോകാം. അതുപോലെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുത്തു കയറ്റമല്ല, നമുക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഹൈറ്റിലോട്ട് പോകുന്ന ഒരു പ്രതീതി നമുക്ക് ഒരിക്കലും ഡ്രൈവ് ചെയ്യുമ്പോൾ തോന്നുന്നില്ല. നമുക്ക് നേരെ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു പ്രതീതി, ചെറിയൊരു ഹില്ല് ഇത് മാത്രമേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അങ്ങനെ നമ്മളെന്തായാലും പാർക്കിങ്ങിലെത്തി. നല്ല വിശാലമായ ഒരു പാർക്കിങ്ങാണ് അവിടെ ഉള്ളത്. 2 വീലർ പാർക്കിങ് ആദ്യം, അത് കഴിഞ്ഞിട്ട് 4 വീലർ, ബസ്സൊക്കെയും വന്നിട്ടുണ്ട്. എല്ലാ വണ്ടിക്കും പാർക്കിംഗ് ഉണ്ട്, വിശാലമായ പാർക്കിങ്ങാണ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടി ഇട്ടതിന് ശേഷം നമുക്ക് മുകളിലത്തെ കാണാവുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് ക്യാമറ ഇല്ലാതെ എവിടെ വേണേലും പോയി കാണാം. ക്യാമറ കൊണ്ട് നമുക്ക് ഉള്ളിലെങ്ങും പോകാൻ പാടില്ല. മൊബൈൽ ക്യാമറ കൊണ്ട് പോലും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് കിട്ടിയ നിർദ്ദേശം. എല്ലായിടത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും മുകളിലോട്ട് ചെന്നിട്ട്. ഇവിടുത്തെ ക്ഷേത്ര ടൈമിംഗ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നട തുറക്കും, ഉച്ചയ്ക്ക് 1 മണി വരെയും. ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് നട തുറന്നിട്ട് 8:30 വരെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിലെ ചിത്തിരൈ 1-ാം തീയതിയിലെ പടി ഉത്സവം, മെയ് ജൂൺ മാസത്തിലെ വൈകാശി വിശാഖം, ഒക്ടോബർ നവംബർ മാസങ്ങളിലെ സ്കന്ദഷഷ്ടി, നവംബർ ഡിസംബർ മാസങ്ങളിലെ കാർത്തികൈ ഫ്ലോട്ട് ഉത്സവം, പിന്നെ ജനുവരി ഫെബ്രുവരി മാസത്തിലെ തൈപ്പൂയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് സാധാരണ എല്ലാ മുരുക ക്ഷേത്രങ്ങളിലും തൈപ്പൂയം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പുകളാണ് നമ്മൾ കയറി വരുന്നത്. ഈ സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ നമുക്കൊരു 2 ഗണപതി കോവിലുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ റോഡിൽ കൂടെ വന്നുകൊണ്ട് നമുക്കത് കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇവിടെ കയറുമ്പം, ക്ഷേത്രത്തിലോട്ട് കയറുമ്പോൾ 2 ചുറ്റുമതിലാണുള്ളത്. ഒരു മതിൽ, 2 മതിൽ, അതിനുള്ളിൽ അതുപോലെ 2 കവാടങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ നടന്നു വരുമ്പോൾ ആദ്യം പ്രവേശന കവാടത്തിൽ വല്ലഭ വിനായക കോവിലാണ് കാണുന്നത്. പക്ഷേ നമ്മൾ സ്റ്റെപ്പ് കയറാത്തതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നടുക്ക് വരുമ്പോൾ വേറൊരു
ഗണപതി കോവിലും ഉണ്ട്. ഇപ്പം നമ്മൾ താഴത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ചെറിയ സോപ്പോട്ടി പോലെ താഴത്തെ ആ വീടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നമ്മൾ വളരെ ദൂരെയുള്ള ദൃശ്യങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൃഷിയിടങ്ങളും തെങ്ങിൻതോപ്പുകളും ഒക്കെ. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ മാത്രമേ നമുക്ക് ദൃശ്യം ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് കാണിച്ചിരിക്കുന്നത്. നാല് കൈകളുള്ള മുരുകൻ, അതാണ് ഇവിടുത്തെ മുരുകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഒരിക്കലും പറ്റാത്ത ഒരു കുളമുണ്ട് ഇവിടെ. നീരുറവയുള്ള ഒരു കുളമാണ്. അതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ വേല് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പം വേല് പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടാണ്. പിന്നെ ഒരുപാട് ഉപദൈവങ്ങളൊക്കെ ഉണ്ട്, ഉപദേവതകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മുരുകനെ അടുത്ത് കാണണമെങ്കിൽ അതിന് പാസ് എടുക്കാം. പാസ്സുണ്ട്. 10 രൂപ, 20 രൂപ, 100 രൂപ പാസ്സുകളുണ്ട്. അത് 100 രൂപ പാസ് എടുത്തു കഴിഞ്ഞാൽ അധികം തിരക്കില്ലാതെ നമുക്ക് ദർശനം ഈസിയായിട്ട് നടക്കും. അങ്ങനെ പല പ്രത്യേകതകളും ഉണ്ട്. എന്തായാലും നമ്മൾ 20 രൂപയുടെ പാസ് എടുത്താണ് കാണാൻ കയറിയത്. ഇങ്ങനെ മുരുകനെ വലിയ തിരക്കില്ലാതെ തന്നെ നമുക്ക് ദർശിക്കാൻ സാധിച്ചു. വളരെ നല്ല കാറ്റാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നമ്മൾ ക്യാമറ കൈ പിടിച്ചാൽ ക്യാമറ ഒക്കെ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ശക്തമായ കാറ്റ്. ഏത് ചൂട് സമയത്ത്, ഇപ്പം നമ്മൾ ഉച്ചയ്ക്കൊക്കെ മഴയില്ലാത്തതുകൊണ്ട് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്, ഇത്ര ഹൈറ്റിലായതുകൊണ്ട്. പക്ഷേ ആ കാറ്റിൽ നമുക്ക് ആ ചൂട് ശരിക്കും അനുഭവപ്പെടുന്നില്ല. അതില്ലാതെ പോകുന്നു, ചൂടില്ലാതാകുന്നു. നമുക്കൊരു നല്ലൊരു ഫീലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നമുക്ക് 360 ഡിഗ്രിയിലുള്ള ചുറ്റും നമുക്ക് നടന്ന പ്രകൃതിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് വന്നത്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടന്ന് നമുക്ക് ചുറ്റുവട്ടമുള്ള എല്ലാ കംപ്ലീറ്റ് കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്ന് അധികം ദൂരെ അല്ലാത്ത ഈ സ്ഥലത്തോട്ട് നമ്മുടെ മലയാളികളായ ആൾക്കാർ, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർ, ക്ഷേത്രത്തിൽ പോകുന്നവർ, എല്ലാവർക്കും ആർക്കും വേണേലും ഇവിടെ വരാം. അപ്പോൾ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക. തെങ്കാശിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കറങ്ങാനുള്ള എല്ലാ കാഴ്ചകളും കാണാവുന്ന ഒരു സ്ഥലമാണ്. കുറ്റാലം വെള്ളച്ചാട്ടം, തെങ്കാശിയിൽ ഒരുപാട് കൃഷിയിടങ്ങൾ, അതുപോലെ തന്നെ സൂര്യകാന്തി പാടങ്ങൾ, അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ പറ്റുന്നവരൊക്കെ വരിക, കാഴ്ചകൾ കാണുക. ഒരുപാട് മലയാളികൾ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, കാഴ്ചകൾ കാണുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.